യൂസുഫ് നബി ചരിത്രം എപ്പിസോഡ് 5. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, മക്കളെ, യൂസുഫിനെ വളരെ സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാൻ. കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ സഞ്ചരിച്ച് അവന് ശീലമില്ല. അവനെ നടത്തരുത്. കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത്. കഴിയുന്നതും നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തണം. പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം അവർ അതേപടി അംഗീകരിച്ചു. ശമ്മോൻ ഓടിച്ചെന്നു യൂസുഫിനെ പൊക്കിയെടുത്തു. പിതാവിനോട് യാത്രയും പറഞ്ഞു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആ പിതാവ് നോക്കി നിന്നു. അവരുടെ രക്ഷക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർ കാടിനോട് അടുക്കാറായി. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റൂബിൻ തിരിഞ്ഞു നോക്കി, ശമ്മോൻ, എന്തിനാണ് ഇനിയും ഇവനെ തോളിലേറ്റ് നടക്കുന്നത്? ഇറക്കി താഴെ നിർത്തൂ, ശമ്മോൻ പറഞ്ഞു. റൂബിൻ, അവൻ നമ്മുടെ രാജാവല്ലേ? രാജാവിനെ തോളിൽ ഏറ്റി നടക്കുന്നത് അടിമകളല്ലേ? ഇത് കേട്ട് മറ്റെല്ലാവരും പരിഹസിച്ച് ആർത്ത് ചിരിച്ചു. കോപിഷ്ഠനായ റൂബിൻ ഓടിച്ചെന്ന് ശമ്മോൻ്റെ ഉടുപ്പിന് പിടിച്ചു. ആ വലിയുടെ ആഘാതത്തിൽ യൂസുഫ് താഴെ വീണുരുണ്ടുപോയി. അപ്പോഴും അവർ ആർത്ത് ചിരിച്ചു. പരിഭ്രാന്തനായ യൂസുഫ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി, ജ്യേഷ്ഠന്മാരെ, എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത്? ഞാൻ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഞങ്ങളെല്ലാവരും അയോഗ്യരെന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ പിതാവ് വിശ്വസിച്ചു. അദ്ദേഹം ഞങ്ങളെ ഒരുക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടും എന്ന് വിചാരിച്ചോ? അവർ യൂസുഫിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ മർദ്ദനങ്ങൾ ഏറ്റു. യൂസുഫിൻ്റെ ശരീരം വേദനയാൽ പിടഞ്ഞു. നിമിഷങ്ങൾ കഴിയുന്തോറും അവരുടെ കോപം ഇരട്ടിച്ചു. അല്പം അകലെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശനായി കിടക്കുന്ന യൂസുഫിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു. അരുത്, യൂസുഫിനെ കൊല്ലരുത്, അവനെ വധിക്കരുത്. അത് ഞാൻ അനുവദിക്കില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ നമ്മുടെ പിതാവിനെ അറിയിക്കും. ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു. യഹൂദ, എന്താണ് നീ പറയുന്നത്? ഇവൻ്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീണ് കിട്ടിയ അവസരമാണിത്. അത് നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? റൂബിൻ, ഇവൻ്റെ ശല്യം തീർക്കുക എന്നത് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം തന്നെയാണ്. അതിനാൽ ഞാനൊരു നിർദ്ദേശം പറയാം. അതാ ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം. ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ കൊണ്ടുപോയിക്കൊള്ളും. യൂസുഫിനെ കൊണ്ടുള്ള നമ്മുടെ ശല്യവും തീരും. യഹൂദയുടെ ഈ തീരുമാനത്തിനോട് അവരിൽ ഭൂരിഭാഗം പേർക്കും എതിർപ്പുണ്ടായിരുന്നു. എന്നാലും അവർ സമ്മതിച്ചു. കാരണം ഈ തീരുമാനത്തോട് യോജിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ സമ്മതം മൂളി. അവശനായി കിടക്കുന്ന യൂസുഫിനെ അവർ വലിച്ചിഴച്ചു കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. ആ പിഞ്ചുബാലൻ്റെ ദിനരോധങ്ങൾ ആ കഠിന ഹൃദയരിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവർ യൂസുഫിനെ അണിഞ്ഞ ഉടുപ്പ് അഴിച്ചു എടുത്തു. കൈയും കാലും ബന്ധിച്ചു ഒരു കയറിൽ കെട്ടി. അവർ യൂസുഫിനെ കിണറ്റിലേക്ക് ഇറക്കി. തൻ്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലായ ആ പിഞ്ചുബാലനായ യൂസുഫ് നബി നിഷ്കളങ്കതയോടെ യഹൂദയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എൻ്റെ അവസാന
ആഗ്രഹം ഒന്നറിയിക്കണം. അത് പിതാവിന് വേണ്ടിയുള്ള സലാമാണ്. ഇത് കേട്ട യഹൂദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറ്റബോധം അയാളുടെ മനസ്സിനെ തളർത്തി. പെട്ടെന്ന് റൂബിൻ യൂസുഫിനെ ബന്ധിച്ച കയർ മുറിച്ചു വിട്ടു. ഒരു വലിയ ശബ്ദത്തോടെ യൂസുഫ് ആ ഒട്ടക്കിണറ്റിലേക്ക്, ആ ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ചെന്നു പതിച്ചു. ചരിത്രം തുടരും.